ഈ സുധീപേട്ടൻ ആകെ ഒരു തണുത്ത മട്ട. നീ ആ സ്നാക്സ് ഒക്കെ എടുത്തു വയ്ക്കേ. നിന്റെ എതിയങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. നിനക്ക് വേണ്ടി എങ്ങനെ കിടന്ന് ഓടുന്നത്? പാവം, എത്ര തിരക്കുള്ള മനുഷ്യനാ. അച്ഛനെ ഇനി നോക്കണ്ടല്ലോ അല്ലേ? ഓ, ഒന്നും പറയണ്ട. ഏതോ സംഘടനയുടെ സമ്മേളനമോ പ്രകടനമോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. ഇനിയിപ്പോ പാതിരാത്രി നോക്കിയാ മതി അങ്ങേരെ. അല്ല, നിങ്ങൾ 2 മക്കൾക്ക് സ്വത്ത് വീതം വെച്ച് തരുന്നതിൽ പിള്ളക്കൊച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ പക്ഷാഭേദം കാണിക്കുന്നത്? കൊച്ചേട്ടന്റെ മോൻ തന്നെയല്ലേ സുദീപും. ഇതൊരു തരം 2ാം കെട്ടിലെ മക്കളോട് കാണിക്കുന്ന പോലെ. പറഞ്ഞു കേട്ടിടത്തോളം ഇത് തീരെ ശരിയായില്ല സുദീപേ. നിങ്ങളുടെ പ്രോപ്പർട്ടി ഷെയർ ചെയ്യുമ്പോൾ അത് തുല്യമായിട്ടല്ലേ വിധിക്കേണ്ടത്? അല്ല, അതങ്ങനല്ലേ ചെയ്യേണ്ടത്? അതിനിടയിൽ എവിടുന്നോ വന്നവൾക്ക് തറവാട് സ്വത്തിന്റെ ഭാഗം കൊടുക്കാൻ എന്താ കാര്യം? അല്ല, അതിലെന്താ ന്യായമുള്ളത്? ഞാനത് സമ്മതിച്ചില്ലല്ലോ അങ്കിളെ. അച്ഛനതിൽ എന്താ കരുതിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ സ്വത്ത് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അതങ്ങനെ കൊടുത്താലേ ശരിയാവത്തില്ലല്ലോ. ഏതായാലും സിറിലൂടൊന്ന് വരട്ടെ. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചതല്ലേ. ഇനിയിപ്പോ ജോയിന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനാണെങ്കിൽ ഫണ്ട് വേണം താനും. അതിപ്പോ ഫണ്ട് ശരിയാവാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എതിയേട്ടാ? എന്ത് ചെയ്യാൻ? നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മാവേലിക്കരയിലെ ആ പ്രോപ്പർട്ടി വിറ്റുള്ള കാശ. അത് വിറ്റ ഒരു 5-6 കോടി രൂപ വരെ കിട്ടും. അത് പക്ഷേ അല്ലാതെ വേറെ ഏത് ഫണ്ടാ എടുക്കാൻ പറ്റുന്നേ? വെറുതെ സുധീവിന്റെ പേര് സൈൻ ചെയ്യാൻ പറ്റുമോ? എന്റെ എതിയെങ്കിലും അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സുധീപേട്ടനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ദേ, നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ റെഡിയായി നിൽക്കുക. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. സുദീപിനും ജയസുധയ്ക്കും ആ കസേരയിൽ ഇരിക്കാനുള്ള റോൾ ഉണ്ടാവുമോ? അയ്യോ അങ്കിളെ, അതൊന്നും വേണ്ട. ഏതായാലും സിറിലും കൂടെ ഒന്ന് വരട്ടെ. എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഉറപ്പ്. അതെ, മാന്നാറിലെ 2.5 ഏക്കർ സ്ഥലത്തിന്റെ കേസ് ഇപ്പൊ എവിടെ വരെ എത്തിയെന്ന് സുദീപ് വല്ലതും പറഞ്ഞോ? എന്ത് പറയാനാ അങ്കിളെ, നമ്മൾ വെറുതെ ഇങ്ങനെ വായിട്ട് അലക്കാന്നല്ലാണ്ട്. എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും അന്വേഷിക്കാറില്ല. രവിയേട്ടൻ അതൊക്കെ നോക്കുന്നേ. എല്ലാം ഇങ്ങനെ എല്ലാ കാലത്തും രവിയേട്ടൻ നോക്കിയാ മതിയോ? സുദീപ് കുഞ്ഞായിരുന്നപ്പോഴും പഠിക്കാൻ പോയ സമയത്തും ഒക്കെ നോക്കിയത് ശരിയാ. ഇപ്പൊ അങ്ങനെയാണോ? അല്ലല്ലോ. ആ ദേ, ഇനി കാര്യങ്ങളൊക്കെ സുദീപാ നോക്കി നടത്തേണ്ടത്. ആ കേസ് ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ട് വരും. ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൊച്ചച്ഛൻ കേശവൻപിള്ളയുടെ മക്കൾക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ലിനി. നിങ്ങളുടെ അച്ഛനത് വിലയാധാരം കൊടുത്ത് വാങ്ങിയതാ. അതിന്റെ രേഖകളൊക്കെ അവർ നശിപ്പിച്ചതാ. പിന്നെ ഞാനതിന്റെ രേഖകളുടെയൊക്കെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുത്തു. ഇപ്പോ വ്യാജരേഖ ചമച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കിയതിന് കേസ് കൊടുക്കുമെന്നായപ്പോ അവരെല്ലാം അങ്ങ് പിന്മാറി. അതുമാത്രമല്ല, പന്തളത്തുള്ള അപ്പച്ചിയുടെ 45 സെന്റ് സ്ഥലവും വസ്തുവും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈമോശം വന്നുപോകും. ഈ തണുപ്പും മട്ടും ഒക്കെ മാറി എപ്പോഴാ ഒന്ന് ഊർജ്ജസ്വലനാകുന്നത്? ആ, അത് മാത്രമല്ല, സ്വത്തുക്കൾ വേറെ എവിടേക്കോ കിടക്കുമല്ലേ. അതെപ്പോഴെങ്കിലും സുദീപ് പോയി കണ്ടിട്ടുണ്ടോ? ഞാനെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? സത്യത്തിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ജയസുധ പറഞ്ഞ. അതുകൊള്ളാം. ഇന്നലെ കെട്ടിക്കേറി വന്ന പെണ്ണ് പറഞ്ഞ സ്വന്തം തറവാട്ടിലെ സ്വത്തുക്കളെ കുറിച്ച് അറിയുന്നത്. ആരും കേക്കണ്ട, നാണക്കെടാവും കേട്ടോ. ഇപ്പൊ അങ്കിളിന് മനസ്സിലായില്ലേ സുധീപേട്ടന്റെ ആറ്റിറ്റ്യൂഡ്? ഞാൻ മാത്രം ഇങ്ങനെ വഴക്ക് കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല മോളെ. അല്ല, തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരല്ലേ. അതിൽ സുദീപിന് വ്യക്തവും ശക്തവുമായ തീരുമാനം ഉണ്ടാകണം. കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കഴിയണം. എങ്കിലേ ഇതൊക്കെ നടപ്പിലാവുള്ളൂ സുദീപേ. അങ്കിളെ, സിറില എവിടെ തിന്ന് ചോദിക്കും മോളെ? സിറിൽ രവി, ഇത് വലിയ കുടുംബകലഹത്തിലേക്കാ പോകുന്നത്. ഇനി എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഊഹിക്കാവല്ലോ. ജയസുധയെ നമ്മൾ ഇറക്കി വിട്ടെന്നേ അവര് പറയൂ. പിന്നെ
അത് മതി അവർക്ക്. ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ സബി? ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മോൻ പിള്ളച്ചേട്ടനോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കണം. അതും എത്രയും വേഗം. അച്ഛൻ്റെ ഈ ആവശ്യമില്ലാത്ത പിടിവാശ ഇതിനൊക്കെ കാരണം. എന്തിനാ അച്ഛൻ ഇവനെ ശത്രുവിനെ പോലെ കാണുന്നേ? ചില നേരത്തെ പ്രവൃത്തി കണ്ടാലുണ്ടല്ലോ തല പെരുത്തുപോകും. എനിക്ക് മനസ്സിലാവാത്തത് ആ ശ്രുതിക്ക് എന്തിനാ പിള്ളച്ചേട്ട സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്നതെന്നാ. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും അംഗീകരിക്കുവോ? അച്ഛൻ വേറൊന്നും വിചാരിച്ച് കാണില്ല രവി. നമ്മൾ അവളുടെ കുഞ്ഞിനെ ദത്തെടുക്കല്ലേ. അവസാനം അവള് വേദനയോടെ വെറും കൈയോടെ മനസ്സ് ശപിച്ച് ഇറങ്ങണ്ടെന്ന് കരുതിയാവും. അത് അച്ഛന്റെ നല്ല മനസ്സുണ്ടാവില്ലേ? ആ ആയിക്കോട്ടെ, അത് നമ്മുടെ വീതത്തിൽ നിന്ന് നമുക്ക് ചെയ്യാലോ. ഇനി അങ്ങനെ ഒന്നും മനസ്സിലുണ്ടെങ്കിൽ നമ്മളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യില്ലേ? ഇപ്പൊ ആരായാലും അങ്ങനെ പ്രതികരിക്കൂ. ഇത് നമ്മള് ആലോചിക്കേണ്ടതായിരുന്നില്ല രവി. നമ്മുടെ ചിന്തയിൽ ഇങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. അതിനെങ്ങനെയാണോ ചെയ്യണ്ടേ? പിള്ളച്ചേട്ടന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാ മോനെ. ആ കൊച്ചു സങ്കടത്തോടെ പടിയിറങ്ങിപ്പോയ ഈ കുടുംബത്തിന് ദോഷമാണെന്ന് പിള്ളച്ചേട്ടൻ അറിയാം. ഇപ്പോ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതെങ്ങനെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്തി പൊടിമോന്റെ കാര്യങ്ങൾ നടത്താന്ന. പാവം അവനാണെങ്കിൽ ആ കമ്പനിയുടെ കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക. പിന്നെ നല്ലപോലെ എരിവ് കയറ്റാൻ അവളും ഉണ്ടല്ലോ. ജയസുധയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ കരുതിയിരുന്നോ? അവൾ ആകെ മാറിപ്പോയി രവി. മോൻ ഒന്നുകൂടി പിള്ളച്ചേട്ടനോടൊന്ന് സംസാരിക്കേ. എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലേ പറ്റൂ. ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അമ്മ പറയുന്നതാ. അമ്മ പറയുന്നതിന് അച്ഛന് എതിര് പറയില്ല. അമ്മയൊന്ന് സംസാരിക്കും. നമ്മുടെ പിള്ളേരല്ലേ അമ്മേ, നമുക്ക് അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ പറ്റൂ? പക്ഷേ അവർക്ക് അങ്ങനെയുള്ള വിചാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെ വാക്കുകളാ പ്രയോഗിച്ചത്. സബി, ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞൊന്ന് കടിച്ചു എന്ന് വിചാരിച്ച് അമ്മമാര് ചോറ് കൊടുക്കാതിരിക്കോ? ഇല്ലല്ലോ. ആ ഏഞ്ചലേ, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നേ. ഒരു കല്യാണം ഉറപ്പിക്കാനുണ്ടായിരുന്നടി. നമ്മുടെ അരുൺ തോമസ് സാറിന്റെ. പിന്നെ അരുൺ തോമസ് സാറിന്റെ ഗർഭിണി ഇഷയുടെയും കല്യാണം. നല്ല മാച്ച് അല്ലേടി? ഞാൻ അവനെ പൂട്ടിക്കെട്ടി ഷെഡി കയറ്റി മോളെ. പള്ളിയിലച്ഛനെയും അവന്റെ അമ്മാച്ചനെയൊക്കെ വിളിച്ചു വരുത്തി ഒരു നാടകം കളിച്ചില്ല ഞാൻ. അവളുടെ അമ്മ നിശാന്തിനെ ഇവിടെ കൊണ്ടുവന്ന് അവനെ പൊളിച്ചടുക്കൂന്ന് പറഞ്ഞു ഞാൻ. അടുത്ത സ്പോട്ടിൽ ലാൻഡ് ചെയ്തു, നമ്മുടെ ജയസുധ മാഡത്തിന്റെ വീട്ടിൽ. അവളെല്ലാം വാരിക്കെട്ടി അവിടുത്തെ പൊറുതി മതിയാക്കി ഇങ്ങി പോരുന്നേ. ഹായ് സിറിൽ. ഹായ് ജയ. ഒരു ഫോണിലാ, ഇപ്പൊ വരാ. എന്നെ വിളിച്ചു വരുത്തിയാടി. എന്താ കാര്യമെന്നറിയാല. ആ നോക്കട്ടെ. ഇടപെട്ട് വഷളാക്കി കുരുക്കി മുറുക്കി നാശമാക്കി കൊടുത്തിട്ടേ ഞാൻ നിന്നെ വിളിച്ചോളാടി. ഓക്കെ. എന്താ ഡാർലിംഗ്? എന്താ ഭയങ്കര ബിസി ആണല്ലോ എപ്പോഴും. കുറെ നേരമായി കാത്തിരിക്കണമല്ലോ. വാ, എല്ലാരും വെയിറ്റ് ചെയ്യാം. പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ എന്താ കളിയാ? കഴിഞ്ഞ ദിവസം എന്തോ സംസാരിച്ചെന്നൊക്കെ ജയ പറഞ്ഞായിരുന്നു. തീരുമാനമായല്ലോ അല്ലേ? എവിടെ തീരുമാനിക്കാനാ എന്റെ സിറിലേ? എന്നാ പറ്റി? എല്ലാം കൂടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അതെന്താ? പിള്ളച്ചേട്ടന്റെ കാലശേഷം സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? നീ സ്ട്രോങ് ആയിട്ടൊന്നും പറഞ്ഞില്ലേ സുധി? അതിന്റെ ഇടയിൽ ഒരു കുഴപ്പമുണ്ട് സിറിലേ, ഒരു തടസ്സം. എന്ത് കുഴപ്പം? എന്ത് തടസ്സം? സ്വന്തം പിള്ളേര് തിന്നേണ്ട സ്വത്ത് നാട്ടിൽ കണ്ട ഏതോ ഒരുത്തിക്ക് എഴുതി കൊടുക്കാൻ പോവാണ് പോലും തന്ത. ശേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്ക് കൊടുക്കാൻ പോവാ? എന്തിന്? സിറിലിന് അറിയില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ശ്രുതിയെ? അവിടെ വന്നപ്പോ കണ്ടു കാണുമല്ലോ. ആ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ അരുൺ തോമസിന്റെ ഓഫീസിൽ എന്തോ വർക്ക് ചെയ്യുന്ന അല്ലേ സുധി? ആ അത് തന്നെ. പ്രഗ്നന്റ് മറ്റല്ലേ അവള്? നീ അങ്ങനല്ലേടാ പറഞ്ഞേ? ആ അവള് തന്നെ. അവക്ക് കൊടുക്കുവാന്ന്. ഛേ, നിങ്ങളൊന്നും തമാശ പറയുന്നോ? അവക്ക് എന്തിനാ പ്രോപ്പർട്ടി കൊടുക്കുന്നേ? അവള് നിങ്ങളുടെ ആരാ?
അയ്യോ ഞങ്ങളുടെ ആരും അല്ലേ, അവളുടെ പേര് പറഞ്ഞാൽ തന്നെ കുടുംബം പിഴച്ചു പോവും. അവളുടെ ഹസ്ബൻഡ് എന്തോ ജയകൃഷ്ണനോ ഇവരുടെ ഫാമിലി ഫ്രണ്ട് സുരഭിയുടെ സിസ്റ്റർ ആണെന്നോ അങ്ങനെയല്ലോടെ നീ എന്നോട് പറഞ്ഞത്? എടാ കല്യാണത്തിന് അവള് തന്നെയല്ലേ മുന്നിലൊക്കെ നിന്നത്. ഇപ്പൊ അവക്ക് എന്താ ഒരു കുഴപ്പം? നല്ല മിടുക്കി കുട്ടിയല്ലേ അവള്? ആ അതൊക്കെ തന്നെയാ നാട്ടിൽ പറഞ്ഞു നടന്നത്. ഇപ്പൊ കളി മാറിയിരിക്കുക. നിങ്ങളിങ്ങനെ അറ്റവും മൂലയൊക്കെ വെച്ച് പറയാതെ കാര്യം എന്ന് വെച്ചാ പറ. എന്റെ സിറിലെ അവളുടെ കൊച്ചിനെയില്ലേ കുട്ടികളില്ലാത്ത രവിയേട്ടും സബിയച്ചും കൂടെ ദത്തെടുക്കാൻ പോകുന്നു, സ്വന്തം കൊച്ചായിട്ടങ്ങ് വളർത്താൻ. അഡോപ്റ്റ് ചെയ്യാനോ? അതെങ്ങനെ? അവളുടെ ഭർത്താവ് എനിക്ക് സമ്മതിക്കുവോ? എന്റെ സിറിലെ അവൾക്ക് ഭർത്താവില്ല, ഭർത്താക്കന്മാരേ ഉള്ളൂ. എന്ന് വെച്ചാ കുടുംബവും ഇല്ല, കുടുംബക്കാരും ഇല്ല. നാട്ടിലെങ്ങാണ്ട് പിഴച്ചു നടന്നവളാ. ഏതോ ഒരുത്തന്റെ കൊച്ചിനെ ചുമന്നുകൊണ്ട് നടന്നവളെ വിളിച്ച് വീട്ടിൽ കയറ്റി പ്രസവിപ്പിക്കുക കുട്ടിയെ കിട്ടാൻ. എന്റെ കർത്താവേ, ഇതെന്തോന്ന്? ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഓഫീസിൽ വെച്ച് അവളെ കണ്ടപ്പോ എന്തോ വലിയ തറവാട്ടി പറഞ്ഞ കൊച്ചാണെന്നാ കരുതിയത്. ഇതൊക്കെ ലോക പിഴയാണോ? എടാ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചത്? ആണോ സുദീപേ? ആരാ കൊണ്ടു നടന്നേ? അവരല്ലേ. ഞങ്ങള് കണ്ടപ്പോഴേ പറഞ്ഞത് അവള് പിഴയാണെന്ന്. അന്നേരം ആര് കേൾക്കാനാ? എന്റെ അളിയൻ നിനക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരുത്തിയാണോടാ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നേ? അതൊക്കെ വേറെ കഥയാ. ഇങ്ങനൊരുത്തേക്ക് വേണ്ടിയാ സുദീപേട്ടനെ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരുന്നത്. അതും ആദ്യ രാത്രി തന്നെ. ഫസ്റ്റ് നൈറ്റിനോ? എടാ നീ അല്ലാതെ ആരെങ്കിലും ചെയ്യൂടാ? നീ പ്രസവം എടുക്കാൻ പോയാണോ? അതിന് ഇനി സമയമായിട്ടില്ല, 2 മാസം കൂടി ഉണ്ട്. ഞാൻ കരുതിയത് അവളെ ഏതോ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് വന്നതാണെന്നാ. എന്തായിരുന്നു അവളെ ഒരു പത്രാസ്. ഓരോരുത്തരെ അടുത്തറിഞ്ഞാലേ തനിക്കണോ അറിയൂ. ആണും കണക്കാ പെണ്ണും കണക്കാ. ഇപ്പൊ അതല്ല തമാശ. അവൾക്കേ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുക. അത് സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ അച്ഛനെ വലവീശി അവളങ്ങ് മയക്കി എടുത്തിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അവൾക്ക് എഴുതി കൊടുക്കുവോ? എന്തൊരു മറിമായാണെന്തോ. നേരാന്നേ, 24 മണിക്കൂറും രണ്ടും കൂടെ മുറി കയറിയിരുന്ന് വാതിലടച്ചിട്ടിരുന്ന് വർത്താനമാ. കണ്ടാ തോന്നുവേ കൊച്ചുമോളും അപ്പൂപ്പനുമാണെന്ന്. ശരിക്കും വട്ടാന്നേ. എന്നാലും വിൽപ്പത്രമൊക്കെ എഴുതി വെക്കുവാന്ന് വെച്ചാ ഇതെങ്ങനെ സംഭവിച്ചു? അതിനല്ലേ അവിടെ ഭയങ്കര വഴക്ക് നടന്നത്. അതും നമ്മൾ ആഗ്രഹിച്ച് നോക്കി വെച്ചിരുന്ന മാവേലിക്കരയിലെ സ്വത്തില്ലേ, ആ പ്രോപ്പർട്ടിയാ. മാവേലിക്കരയിലെ പ്രോപ്പർട്ടിയോ? ആ എന്റെ അമ്മു. എടാ സുദീപ്, നിന്റെ അച്ഛനെന്താ ശരിക്കും തലക്ക് സുഖല്ലേ? ആ സ്ഥലമാണ് സിറിലെ നമ്മൾ നമ്മുടെ ബിസിനസിന് വേണ്ടി കരുതി വെച്ചത്. ഇപ്പൊ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. നിങ്ങളിപ്പോ പറഞ്ഞത് ആ വഴിപിഴച്ചവളുടെ അഭേദ സന്തതിയെ നിങ്ങളുടെ തറവാട്ടിലോട് ദത്തെടുക്കാൻ പോകുന്നല്ലേ? അത് തന്നെ. പ്രസവിച്ചു കൊടുത്തിട്ടേ അവള് പിന്നെ അങ്ങ് പോവും ദേശാടനത്തിന്. അപ്പൊ കാര്യങ്ങളെല്ലാം മാറി. ഇവർക്ക് ഇനിയൊന്നും കിട്ടാനും പോകുന്നില്ല. ഇതൊക്കെ അച്ഛനും രവിയും രവിയുടെ വൈഫും ചേർന്നുള്ള കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ അവകാശികൾ വന്നാൽ പിന്നെ ഇവർക്കെന്ത് കിട്ടാനാ? അല്ലേ വക്കീലേ? അതെ അതെ, അച്ഛന്റെ പേരിലെ പ്രോപ്പർട്ടി അല്ലേ? അച്ഛന് ഇഷ്ടമുള്ളവർക്ക് പ്രോപ്പർട്ടി കൊടുക്കാമല്ലോ. അതെ. ഇതിപ്പോ എങ്ങനെ വക്കീലേ ഇത് സോൾവ് ചെയ്യുന്നേ? കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് സർക്കാരിൽ ബോണ്ട് വെക്കണ്ടേ? ഇവന്റെ ചേട്ടനല്ലേ മുടിയൻ, നല്ല ബ്രില്യൻ്റാ. അതുകൊണ്ടല്ലേ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത്. രവിയേട്ടന്റെ പേര് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോടാ? ഇല്ല, എൻ്റെ അച്ഛൻ്റെ പേരില്ല. എവിടെയോ കിടന്നവളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചപ്പോൾ നിനക്കൊന്ന് എതിർത്തുവിടാനുടാ സുധി. അതുപോട്ടെ, ഇത്രയും വഷളായപ്പോഴെങ്കിലും അവളെ അവിടെ ചവിട്ടി പുറത്താക്കിക്കൂടെ? ഇനിയിപ്പോ പ്രസവം എടുക്കാമല്ലോ, നിനക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. നിന്റെ ചേട്ടനോ അതിനുള്ള ഭാഗ്യമില്ലല്ലോ. അതൊക്കെ അവർ നോക്കിക്കോളും. അവളുടെ കുഞ്ഞിന്റെ തന്ത ആരാണെന്നെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇനിയിപ്പോൾ ആരെങ്കിലും സംശയിച്ചാലോ കബഡി നിർത്തേണ്ടി വരുമോ? ഓക്കില്ലേ? കൊച്ചിന്റെ തന്തയാണെന്നുള്ള അവകാശവും പറഞ്ഞേ നാളെ ആരെങ്കിലും ഒരാളിവിടെ കയറി വന്നാൽ എന്നായും അങ്ങനെ സംഭവിക്കത്തില്ലെന്നുണ്ടോ? ഉണ്ടോ? ശരിയാ അളിയാ, എനിക്കിവിടെ ഒരു 10 സെന്റ് എഴുതി തരാൻ പറയണം നിന്റെ അച്ഛനോട്. അല്ല, വലിഞ്ഞേറി വന്നവർക്കെല്ലാം കൊടുക്കല്ലേ? അതെ, ഇനിയുള്ള കാര്യങ്ങളെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഇവനും സമ്മതിച്ചോ സ്വത്ത് കൊടുക്കാൻ? നാളെ അതൊക്കെ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോയില്ലേ വക്കീലേ?
ഇതിപ്പോൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും സിമ്പിളായിട്ടൊക്കെ തോന്നും. കുട്ടികളില്ലാത്ത ചേട്ടനും ചേട്ടത്തേക്ക് ഒരു കുഞ്ഞല്ലേ അത് അവിടെ വളർന്നുകൊണ്ടതൊക്കെ തോന്നും. നാളെ ഇവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ വല്ല നല്ല ബുദ്ധിയും പറഞ്ഞു കൊടുക്കന്റെ സിറിലെ. ഞങ്ങള് പറഞ്ഞ ആരുടെയും തലയിലോട്ട് കേറില്ലല്ലോ. ഒരു വഴിയുണ്ട്. ഡാ സുദീപേ, നിന്റെ അച്ഛനെന്തോ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കല്യാണത്തിൻ്റെ അന്ന് രവിയേട്ടൻ പറഞ്ഞായിരുന്നേ. ശരിയല്ലേ? പറഞ്ഞില്ലേ? അല്ലേ വക്കീലേ? പിന്നെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഹോസ്പിറ്റലായത്? ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണല്ലോ. ആ പോയിന്റ് മതി നമുക്ക്. ഇല്ലേ വക്കീലേ? ആ പോയിന്റ് പോരെ? ആ, അത് കൊള്ളാം. അതുകൊണ്ട് എന്ത് ചെയ്യാനാ സിറിലെ? എൻ്റെ ഈ മെന്റൽ പേഷ്യൻസിന്റെ വിൽപ്പത്രത്തിനൊന്നും യാതൊരു വിലയില്ല. അതുമാത്രമല്ല, അവൾക്കെതിരെ നമുക്ക് കേസും കൊടുക്കാം. തലയ്ക്ക് സുഖമില്ലാത്ത പ്രായമായ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന്. അല്ലയോ വക്കീലേ? അത് ശരിയാ. അതിനൊരു നിയമസാധ്യതയില്ല. അത് കറക്റ്റാ സിറിലെ. പിന്നെ അന്ന് അച്ഛനെ ചികിത്സിച്ച പേപ്പേഴ്സ് കയ്യിലുണ്ടല്ലോ അല്ലേ? അത് കൊണ്ടുപോയി മനോരോഗിയാണെന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മാത്രം മതി. മതിയടാ, പോരെ? അത് കൊള്ളാം സിറിലെ, അത് കൊള്ളാം. നല്ല ഐഡിയ. അതൊക്കെ സുധീപേട്ടൻ ചെയ്തോളും. അല്ലേ സുധീപേട്ടാ? അതൊക്കെ അവന് മനസ്സിലാവുന്നേ. അവൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ. സിറിൽ, വാ. എന്നാടാ? വാ. എന്താടാ? ജീവിക്കാൻ പറ്റാതെ വന്നാലുണ്ടല്ലോ, നിന്നെയും കൊണ്ട് ഞാൻ പോവും. എല്ലാത്തിനൊരു അവസാനമുണ്ട്. വിളിച്ചു പറയണം ഞാൻ ഈ ലോകത്ത് ആരോട് വേണമെങ്കിലും. പക്ഷെ അതിനു മുമ്പ് ഈ ഭൂമുഖത്ത് നിന്ന് നിന്നെ ഞാൻ തുടച്ചു നീക്കിയിട്ടുണ്ടാവും. അറിയണം. നിന്നെപ്പോലുള്ള തേർഡ് റേറ്റ് പിമ്പുകളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ദ്രോഹിക്കാനോ? എനിക്ക് വേണ്ട ഈ ലൈഫ്. വേണ്ടെന്ന് വെക്കും. കൊണ്ടുപോകും നിന്നെ ഞാൻ. കൊണ്ടുപോയി കൊന്ന് താത്തിക്കളയും. കേട്ടോ? നീ എന്താടാ വിചാരിച്ചത്? കുറെ കാലം കൊണ്ട് മനുഷ്യന് നീ തീറ്റിക്കുക അല്ലടാ പൊന്ന ബ്ലഡി. നിന്നെ വിടില്ല ഞാൻ, വിടില്ല. സിറിലെ, പോടാ. നിന്റെ ആവേശം കൊള്ളാടാ. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നിനക്ക് ഈ ആവേശം മാത്രമേ ഉള്ളൂ സുദീപേ. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര നാളായി മോനെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ലൈഫ്, എൻ്റെ എല്ലാം, എൻ്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം നശിപ്പിച്ചത് നീയാ. നിന്റെ നിഴല് പോലെ ഞാനുണ്ടാവും നിന്റെ കൂടെ. നീ എവിടെ ചെന്ന് അവസാനിക്കുന്നു നോക്കി കണ്ടിട്ട് ഞാൻ തിരിച്ചു വരൂ. നിന്റെ ഭാര്യ അവിടെ നിൽക്കല്ലേ? ഞാൻ വിളിച്ച് പറയട്ടെ മറ്റുള്ള വയറ്റിലെ കൊച്ചിന്റെ തന്ത നീയാണെന്ന്? പറയട്ടടാ, പറയട്ടോ. വലിയ ആവേശം കാണിക്കുന്നവൻ, എൻ്റെ അമ്മയെ കിട്ട് കയറുന്നവൻ. നീ വെറും ബിഗ് സീറോയാ സുധി, ബിഗ് സീറോ. നീ കണ്ടോടാ, നിന്റെ ഭാര്യ എന്നെ ആരാധനയോടെ നോക്കി നിൽക്കുന്നത് നീ കണ്ടോ? പിന്നെ നിന്റെ അമ്മായിമ്മ, അങ്കിള്, നിന്റെ അച്ചി വീട്ടുകാർ നിൽക്കുന്നുണ്ടോ? എൻ്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? അതാടാ സിറില്, അതാ സിറില്. വിളിക്കട്ടോടാ നിന്റെ രണ്ടാം ഭാര്യയെ, ഒന്നാം ഭാര്യയുടെ സ്റ്റോറി പറയാൻ, പിറക്കാൻ പോകുന്ന കൊച്ചിന്റെ ജാതകം പറയാൻ. വിളിക്കട്ടോടാ, വിളിക്കട്ടോ. നീ വിളിച്ച് പൊളിക്കട്ടോടാ. അവൻ ചീർന്ന് എനിക്കിട്ടവൻ. സുധീപേട്ടാ, സുധീപേട്ടാ. എടാ എടാ നീ ഇങ്ങനെ വിളിക്കുന്നു. കണ്ണ് കലങ്ങിയോട് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോ എന്താടാ അളിയത്? എടാ ഒരു അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കണ്ടായോ? വേണ്ടേ? വാ, വന്നേ, വാ വാ വാടാ. സുദീപേ, എടാ നീ എന്തിനാടാ ഇങ്ങനെ വിഷമിക്കുന്നത്?
എന്റെ ജയ അവന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നുണ്ടോ? അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ കരഞ്ഞു തുടങ്ങിയതാ. എടാ, കോടതി സബ്മിറ്റ് ചെയ്യാൻ ഒരു പേപ്പർ വേണ്ടേ? എങ്കിലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനിപ്പോ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? ഇവനെ എങ്ങനെ സഹിക്കുന്നു ചെയ്യാ നീ? കൊച്ചു പിള്ളേരെ പോലെ. എന്താ സുദീപേട്ടാ, പിള്ളിച്ചാച്ചൻ അസുഖം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അത് തന്നെ, നമ്മളെന്നാ ചെയ്യാനാ? നമ്മള് മക്കളായോണ്ട് നമ്മുടെ കാര്യം നടക്കണ്ടേ? എടാ, അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുകയല്ലേ? ആ സുദീപേ, ഞാനും യതിയേട്ടനും കൂടി ആലോചിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ അത് ഇവളുടെ അമ്മാവൻ തന്നെ പറയും. അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് യതിയേട്ടൻ തന്നെ അത് പറയട്ടെ, അല്ലേ സിറളെ? എന്താന്ന് വെച്ചാ പറഞ്ഞോ. സുദീപേ, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ ജയസുധി ഇനി ഇവിടെ നിൽക്കട്ടെ. അതെന്തിനാ? അല്ല, ഒരു തീരുമാനം വേണമല്ലോ. നിങ്ങൾ ചേട്ടനും ചേട്ടത്തിയും അച്ഛനും ഒക്കെ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക സ്വത്തിനെ കുറിച്ച്. എന്നിട്ട് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇവിടെ വന്ന് അറിയിക്കട്ടെ. അതുവരെ ഞങ്ങളുടെ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഞാൻ സംസാരിച്ചോളാം. ഞാൻ കൂടെ നിന്നൊരു തീരുമാനം എടുത്തോളാം. ഇപ്പൊ ജയസുധ എൻ്റെ കൂടെ വരട്ടെ. അത് വേണ്ട സുദീപേട്ടാ, ഞാൻ വന്ന ഒന്നും നടക്കില്ല. എനിക്കൊരു വിലയുണ്ടെന്ന് അവിടെ ഉള്ളവർ അറിയട്ടെ. അതല്ലേ സിറളെ അതിന്റെ ശരി? അല്ലാതെ ഇങ്ങനെയൊക്കെ പോയ ഒരു കാര്യം നടക്കത്തില്ല. നനഞ്ഞ തുണി ആറാനിട്ടതുപോലെ കിടക്കും. അതാടാ കുറച്ചുകൂടെ നല്ലത്. ജയ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിലും അവർക്കൊരു ചൂടുണ്ടാവട്ടറാ. വേണമെങ്കിൽ നീങ്ങളുടെ കൂടിക്കോന്നേ. അത് നല്ലതാ സുദീപേട്ടാ. എല്ലാ കാര്യത്തിനും കുറച്ചും കൂടെ ഒരു സീരിയസ്നെസ് ഉണ്ടാവും. അത് വേണ്ട ജയ. അവിടെ ഒരു ഗർഭിണി ഇങ്ങനെ നിറവേറുമായി ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ അതെങ്ങനെ ശരിയാവുന്നേ? ഇനി ഇവരൊക്കെയല്ലേ രാപ്പകലോടി അവളുടെ പ്രസവം എടുക്കേണ്ടത്. അവൻ കൊച്ചച്ഛനാവാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമല്ലോ, അല്ലയോടാ? അതിനൊക്കെ ഭയങ്കര മിടുക്ക. സ്വന്തം കാര്യത്തിന് ഇല്ലാന്ന് മാത്രം. ജയ, നീ വരുന്നില്ലല്ലോ. ഇവരൊക്കെ പറഞ്ഞ പോലെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവട്ടെ സുദീപേട്ടാ. സുദീപേട്ടാ.